ഇപ്പോൾ നിങ്ങൾക്ക് ആശങ്കകളുണ്ടോ ജർമ്മനിയെ കുറിച്ച്? ഒരു ആശങ്കയില്ലെന്ന് മാത്രമല്ല, അവരവിടെ ഇപ്പോൾ 3-4 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മോൾക്ക് ഇപ്പോഴും 21 വയസ്സല്ലേ ആയുള്ളൂ. അതെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഏൺ ചെയ്യുക, ജോലി ചെയ്യുക. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒരു പറഞ്ഞ പോലെ 1.5 ലക്ഷം രൂപയോളം അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം ഞാൻ വീടൊക്കെ വെച്ചിട്ട് അതിൻ്റെ അപ്സ്റ്റെയറിൽ ഇപ്പം വീട് ചെയ്തപ്പം കുറച്ച് ലോണൊക്കെ എടുത്തിരുന്നു. അത് മോളാണ് ആ ലോണൊക്കെ അടയ്ക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പ്രൗഡാണ്. കാരണം നമുക്കിപ്പോൾ ഞാനിപ്പോൾ 2 ലക്ഷം രൂപയാണ് ലോൺ എടുത്തതെങ്കിൽ എനിക്കൊരു 4,000 അല്ലെങ്കിൽ ഒരു 10 രൂപ അടച്ചാൽ മതി. പക്ഷേ ഇവർക്ക് അവിടെ പൈസ ഉള്ളത് കൊണ്ട് ഇവരൊരു 30,000-40,000 ഒക്കെ ഒന്നിച്ചടച്ച് അത് പെട്ടെന്ന് അവർ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ബാങ്കുകാർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക അടുത്ത ലോൺ തരാൻ. 20ാമത്തെ വയസ്സിൽ 1.5 ലക്ഷം രൂപ ജർമ്മനിയിൽ ഏൺ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയുടെ പേരന്റിനോടൊപ്പമാണ് ഞാനുള്ളത്. എഡ്യൂഫ്ലെയറിൽ ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സായി ജർമ്മനിയിലെത്തി ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിയാനയുടെ ഫാദർ ബിനു ജോൺസൺ ആണ് എന്നോടൊപ്പം ഉള്ളത്. വെൽക്കം. താങ്ക് യു. നമ്മൾ ഇന്ന് ഈ ഒരു ഡിസ്കഷനിൽ, ഈ ഒരു ഡയലോഗ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജർമ്മൻ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച്, ആ ഒരു പ്രോഗ്രാം ഇവരുടെ കുടുംബത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷനെ കുറിച്ച്, മറ്റു പല ആളുകൾക്കും ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് നിരവധി സംശയങ്ങളും അറിവില്ലായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഡിസ്കഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ബിനു ചേട്ടാ, ആദ്യം തന്നെ +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ കുറേ അധികം ഡിഫൈൻഡ് ആയിട്ടുള്ള പാത്ത് വേകളുണ്ട്. നമ്മൾ ഡിഗ്രിക്ക് പോകുന്ന ആളുകളുണ്ട്, എൻട്രൻസ് പ്രിപ്പറേഷന് പോകുന്നുണ്ട്, നഴ്സിങ്ങിന് പോകുന്നുണ്ട്, അങ്ങനെ കുറേ അധികം കോഴ്സുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെയധികം ആളുകൾ ചൂസ് ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകൾക്ക് ഒഴിവാക്കിയിട്ട് ലിമിറ്റഡ് ആയിട്ട് കുറച്ച് ആളുകൾ മാത്രം തിരഞ്ഞെടുക്കുന്ന പാത്ത് വേ ആണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഒരു 3-4 വർഷം മുന്നേ ഇത്ര ആളുകൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അവയർനെസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യാം, ഫിയോണേനെ അങ്ങനെ ഒരു പ്രോഗ്രാമിന് വിടാം എന്നൊരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് ബിനു ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നത്? ഒരു +2 കഴിഞ്ഞതിന് ശേഷം നേഴ്സിങ്ങിന് പോകണമെന്നായിരുന്നു ഞങ്ങളുടെ താല്പര്യം. അവൾക്കും ആ താല്പര്യം തന്നെയായിരുന്നു. പക്ഷെ അത് ഞാൻ പാലക്കാട് അടുത്തൊരു അഡ്മിഷനൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എഡ്യൂഫ്ലെയറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുകയും എന്നോട് പറഞ്ഞു, പപ്പതാണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ ഇതൊന്നും നമുക്ക് എളുപ്പമല്ല, അങ്ങനെ ശരിയാവുമോ? അതൊരു ലാംഗ്വേജാണ്, അത് പഠിക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ജർമ്മനിലൊക്കെ എനിക്ക് 17 വയസ്സേ ആയിട്ടുള്ള ടൈമിൽ. അപ്പം ഇത് ശരിയാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാലും കുട്ടികളുടെ നിർബന്ധമല്ലെന്ന് കണ്ട് ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് എഡ്യൂഫ്ലെയറിൽ എത്തുകയും റോയ് സാറിനെ കൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് റോയ് സാർ 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് ഇത് എന്താണ് ഇങ്ങനെ ജർമ്മനിക്ക് പോകാനായിട്ടുള്ള താല്പര്യം, എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്ത്, ഗുഡ് മോർണിംഗിന് എന്താണ് ജർമ്മനിയിൽ പറയുന്നത്? അപ്പോൾ ഇവർ ഉടനെ ഗുട്ടൻ മോർഗൻ എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 കാര്യങ്ങൾ, വെള്ളത്തിന് എന്താ പറയുന്നത്, വാസർ എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോഴാണ് ഞാനും ഇത് മനസ്സിലാക്കുന്നത്. ഇവരിതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഇത് എന്നോട് വന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് വീക്കിൽ അവിടെ വന്ന് ജോയിൻ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഈ പ്രോഗ്രാം തിരഞ്ഞെടുത്തപ്പം എല്ലാ പേരൻസിനും ഒരു ആശങ്കയുണ്ട്. എസ്പെഷ്യലി പെൺകുട്ടികളുടെ പേരൻസ് എന്ന നിലയ്ക്ക് അവരുടെ സേഫ്റ്റി, അവരുടെ കംഫർട്ടൊക്കെ നമുക്ക് പ്രശ്നമാണല്ലോ. ഇപ്പം പല പേരൻസും ചിന്തിക്കുന്നത് ഈ 12th വരെയൊക്കെ അവർ പേരൻസിൻ്റെ കൂടെ തന്നെ വീട്ടിലൊക്കെ നിന്നിട്ടായിരിക്കും മജോറിറ്റി കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ജർമ്മനിയിലേക്ക് അയക്കുമ്പോൾ വളരെ ദൂരത്താണ്, നമുക്കൊന്ന് പോയി അന്വേഷിക്കാൻ പറ്റില്ല, സേഫ്റ്റി അങ്ങനത്തെ കൺസേൺ ഒരു പേരൻറ്റിന് ഉണ്ടാവുമല്ലോ. അപ്പം ബിനുചേട്ടൻ അങ്ങനത്തെ ആശങ്കകൾ ഉണ്ടായിട്ടില്ല ആദ്യം? തീർച്ചയായിട്ടും. അതായത് ഇവരെ +2 വരെ ഞാൻ വണ്ടിയിലാണ് കോളേജ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. LKG മുതൽ +2 വരെ ഞാൻ തന്നെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവരിങ്ങനെ നമുക്ക് അറിയാത്തൊരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അതിന് പെൺകുട്ടിയാണെന്നുള്ളൊരു ചിന്ത, പ്രത്യേകിച്ചും ഇവരുടെ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ ദൂരമാണെന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും പഠിപ്പിക്കാനായിട്ട് അവിടെ തീരുമാനമെടുത്ത് അവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു തീരുമാനത്തിൽ. പിന്നെ കുട്ടികളുടെ ആഗ്രഹമാണല്ലോ. അപ്പം നമ്മളിപ്പം നേഴ്സിങ്ങിന് ഇവിടെ പഠിപ്പിക്കാനായിട്ട് അയച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ചിലപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ചു മോളുടെ താല്പര്യത്തിനനുസരിച്ച് അവളെ പഠിപ്പിച്ചു. അതൊരു നല്ല തീരുമാനമായിരുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം. അതെ, തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമായിരുന്നു. അതായത് ജർമ്മനി എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ, അത് ആദ്യത്തെ ഒരു ആശങ്കയാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സേഫ്റ്റി ഉണ്ടോ, ഡിസ്റ്റൻസ് ഉണ്ടോ എന്നൊക്കെ. ഇപ്പം എനിക്കൊന്ന് ഫിയോണയുടെ കസിൻ അൻസു രണ്ടുപേരും കൂടെ അവിടെ പോയിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ജർമ്മനിയെ കുറിച്ച്? ഇപ്പോൾ നിങ്ങൾക്ക് ആശങ്കകളുണ്ടോ ജർമ്മനിയെ കുറിച്ച്? ഒരു ആശങ്കയില്ലെന്ന് മാത്രമല്ല, അവരവിടെ ഇപ്പോൾ 3-4 രാജ്യങ്ങൾ സന്ദർശിച്ചു. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ അവർ പഠിച്ചു. കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ ഒരു ജോലി പോലും ചെയ്യാത്ത ഒരാളായിരുന്നു മോള്. ഒരു എന്താ വെച്ചാൽ കിച്ചണിൽ കയറിയിട്ടില്ല, അത്ര ഒരു ഡ്രസ്സ് വാഷ് ചെയ്തിട്ടില്ല. പക്ഷെ അവളിപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻസിൻ്റെ കുക്കിംഗ് മാത്രമല്ല, ഇറ്റാലിയൻ പാസ്ത അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പഠിച്ചു, നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചു.
ഒരു ഷൈ ആയിരുന്നു മോള്, അതൊക്കെ അങ്ങോട്ട് മാറി. പിന്നെ അനിയൻ്റെ മോളും അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവർ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് അവർ നന്നായിട്ടിരിക്കുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് മോളിപ്പോൾ ഉള്ളത്. അത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, അതായത് എനിക്ക് തോന്നുന്നു വളരെ ചെറിയൊരു പ്രായത്തിൽ ഇപ്പോൾ നാട്ടിലൊക്കെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു നഴ്സിംഗ് അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവില്ല. ഇപ്പോഴും മേ ബി എനിക്ക് തോന്നുന്നു പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ കുട്ടി. ഞാനിപ്പോൾ പല കുട്ടികളോട് സംസാരിക്കുമ്പം അവർ എസ്പെഷ്യലി ഗേൾസിൻ്റെ കേസിൽ ഇപ്പം 19, 20, 21 വയസ്സുള്ള കുട്ടികൾ പറയുന്നത് ഫിനാൻഷ്യലി ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. മേ ബി ഫിയോണയുടെ ഒക്കെ കേസിൽ എനിക്ക് തോന്നുന്നത് അവർക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്, വീട്ടിലേക്ക് അയക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആസ് എ ഫാദർ ഇതിന് എങ്ങനെയാണ് വിനിച്ചേട്ടൻ നോക്കിക്കാണുന്നത്? അതായത് ഇവിടെ നേഴ്സിംഗിനാണ് ഞാൻ പഠിപ്പിക്കാൻ അയച്ചിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു 8 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ നമുക്ക് ചിലവ് വരുന്നതാണ്. ഫീസ് തന്നെ, ഫീസ് മാത്രം. പിന്നെ പഠിച്ചിറങ്ങി ഉടൻ തന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള സാലറികളൊന്നും ഇവർക്കില്ല. ഒരു 2-3 വർഷം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് ചെറിയൊരു പൈസ അവർക്ക് പോകാനായിട്ട് നമുക്ക് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒരു പറഞ്ഞ പോലെ 1.5 ലക്ഷം രൂപയോളം അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം ഞാൻ വീടൊക്കെ വെച്ചിട്ട് അതിൻ്റെ അപ്സ്റ്റെയറിൽ ഇപ്പം വീട് ചെയ്തപ്പം കുറച്ച് ലോണൊക്കെ എടുത്തിരുന്നു. അത് മോളാണ് ആ ലോണൊക്കെ അടയ്ക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പ്രൗഡാണ് കാര്യത്തിൽ. അതായത് ഈ ഒരു ഏജിൽ ഈ ഒരു പ്രോഗ്രാം തിരഞ്ഞെടുത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മോൾക്ക് ഇപ്പോഴും 21 വയസ്സല്ലേ ആയുള്ളൂ. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഏൺ ചെയ്യുക, ജോലി ചെയ്യുക. പ്രത്യേകിച്ച് മോളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ പേടിയുണ്ടായിരുന്നു. കാരണം അവൾ വീടിന് പുറത്തങ്ങോട്ട് ഇറങ്ങി പബ്ലിക്കുമായിട്ടൊന്നും അത്ര ഒരു എഡ്യൂക്കേറ്ററി പഠിക്കാൻ വന്നതിന് ശേഷമാണ് മോള് മിടുക്കിയായത്. മാത്രമല്ല പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 4 മൊഡ്യൂൾ ക്ലിയർ ചെയ്തതിന് ശേഷം അവിടെ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റി 1 വർഷത്തോളം. അപ്പം ഞങ്ങളൊന്നുകൂടെ കോൺഫിഡൻ്റ് ആയി. മോളും നന്നായിട്ട് സംസാരിക്കാനും ഒക്കെ പഠിച്ചവള്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായി ലാസ്റ്റ് ആയപ്പോൾ. ഇതൊരു പ്രശ്നമല്ലെന്ന് തോന്നി. അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ, അതായത് ജർമ്മൻസിനോട് നമ്മളോടുള്ള ഇടപെടലിനെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് വിനിച്ചേട്ടൻ മനസ്സിലാക്കിയിട്ടുള്ളത്? അത് ഇവിടുന്ന് പോകുന്നതിന് മുൻപേ ആളുകൾ പറയും ജർമ്മനിലെ ആൾക്കാർ അവർ ചിരിക്കില്ല, സംസാരിക്കില്ല, ഗൗരവക്കാരാണ്, വലിയ പ്രശ്നമാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വളരെ കെയറിങ് ആയിട്ടുള്ള ആളുകളാണ്. നന്നായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും എല്ലാം കൊണ്ടും പേഷ്യൻസൊക്കെ നല്ല ഇടപെടാനൊക്കെ നല്ല ആളുകളാണ് അവിടുത്തെ ആൾക്കാർ. അതുപോലെ തന്നെ ഇവർക്ക് ഇഷ്ടംപോലെ ലീവുകൾ കിട്ടുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ദിവസം 6 ദിവസം ഒക്കെ ലീവുകൾ അവർക്കുണ്ട്. പിന്നെ നല്ല കോളേജിലാണ് പോസ്റ്റിംഗ് കിട്ടിയത്. അവിടെ നല്ല കോളേജായിരുന്നു. അപ്പം പ്രശ്നങ്ങൾ നല്ല ഇത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ. ഓക്കെ, ഈ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ നമ്മൾ ചിന്തിക്കുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ എന്തോ ക്വാളിറ്റി കുറഞ്ഞ കാര്യമാണെന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ പല പേരൻസും ജർമ്മനി പോലത്തെ രാജ്യത്ത് ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മേ ബി ഒരു സ്കാം ആയിട്ടായിരിക്കും അതിനെ കാണുന്നുണ്ടാവുന്നത്. അപ്പം പിന്നെ ബിനിച്ചേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത്? ഈ ഫ്രീ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഉള്ളതാണോ, അതോ അവിടെ ചെന്ന് ഫീസ് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ പല പേരൻസിനും ഒരു ഡൗട്ട് ഉണ്ടാവും. എന്നിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞതാണെന്നൊക്കെ അവർക്ക് ചിന്തിക്കാം. ബിനിച്ചേട്ടൻ എന്താണ് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി? എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. എനിക്ക് നാട്ടിൽ ഇപ്പം നേഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ ഇപ്പം ഇത്ര 8 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ ചിലവ് വരുമല്ലോ. ഇവിടെ നമുക്ക് അത്രയും പൈസ ചിലവ് വരുന്നില്ല. പിന്നെ സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ടെന്നുള്ളൊരു അറിവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ കോളേജ് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ നമുക്ക് അറിയാമായിരുന്നു പിന്നെ ഇത് കിട്ടുമെന്നുള്ളത് അറിയാമായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും മെച്ചം ഇതാണ്. പിന്നെ കുട്ടികളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോകണമെന്നാണ്. നാട്ടിൽ അവർക്ക് ചെറിയ സാലറി ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം വിദേശത്ത് പോകാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ആ തീരുമാനം നന്നായിട്ട് കുഴപ്പമില്ലാതിരിക്കുന്നു. ഫിയോണ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതാണല്ലോ ഏറ്റവും നന്നായിട്ട്. അതെ. ഈ നമ്മൾ ഈ ഹൗസ് ബിൽഡിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 ഇയേഴ്സ് ഒക്കെ നമുക്ക് PR-നൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ഫിയോണ ഒന്നും ഇനി ജർമ്മനിയിൽ നിന്ന് ഒരു തിരിച്ചുവരവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഇല്ല. അപ്പം ഞങ്ങൾ ഈ വർഷം അവൾക്ക് 10 ദിവസമായിരുന്നു. ജൂൺ 18-ാം തീയതി 10 ദിവസം ലീവ് ഉണ്ടായിരുന്നു. അപ്പം മോളുടെ ബർത്ത്ഡേ ആണ് 25th. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഉള്ള ഇതാണ്. പക്ഷേ കുറഞ്ഞ ഒരു ദിവസം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാനൊരു തീരുമാനം എടുത്തു. ഓക്കെ, ആ തീരുമാനം എടുത്തത് ഞാനിവിടെ ഒരു ട്രാവൽ ഏജൻസിയിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം ടൂറിസ്റ്റ് വിസയിൽ പോകാമെന്നുള്ളൊരു കണ്ടീഷൻ വന്നു. പക്ഷെ അവിടെ വേറെയും 3-4 കുട്ടികൾ ഒന്നിച്ചാണ് അപ്പാർട്ട്മെന്റ്സ് താമസിക്കും. അപ്പോൾ അവർ ജൂലൈയിലാണ് ലീവിന് പോകുന്നത്. അത് കാരണം നമ്മൾ പിന്നെ യാത്ര അത് ക്യാൻസൽ ചെയ്തു. മേ ബി നെക്സ്റ്റ് ഇയറിൽ ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ളത്. അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. പക്ഷെ അതൊരു നല്ല പോസിറ്റിവിറ്റി ആണല്ലോ. അതായത് നമ്മൾ 21 വയസ്സുള്ള ഒരു കുട്ടി നമുക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റുക. ഞാനിങ്ങനെ ആലോചിക്കുന്ന വിളിച്ചേട്ടാ, നമ്മളൊക്കെ ഈ നമ്മൾ നാട്ടിലിരുന്ന് ചിന്തിക്കുമ്പം ജർമ്മനിയിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ അങ്ങനെ പോലെ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പം ഈ പല കുട്ടികളും പേരൻസും എനിക്ക് തോന്നുന്നു ഇതിലേക്ക് കടന്നു വരാത്തതിൻ്റെ ഒരു റീസൺ ഭാഷ പഠിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതായത് മേ ബി എനിക്ക് തോന്നുന്നത് ഫിയോണയൊക്കെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഈ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചും ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച് ഇത്ര അവയർ
അവയർനെസ് ഇല്ല. നമ്മളിപ്പോൾ ഇപ്പം ഇതുപോലത്തെ ഒരു പേരന്റ് പറഞ്ഞു തരാൻ അവരുടെ മുൻപിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു മെജോറിറ്റി സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഡിഫിക്കൽട്ടാണെന്ന് അവർ ചിന്തിക്കുകയാണ്. ഇപ്പം വിനുചേട്ടനെ സംബന്ധിച്ച് ഫിയോണയുടെ പേരൻ്റാണ്, അൻസുവിൻ്റെ പേരൻ്റാണ്. അതുകൂടാതെ എഡ്യൂഫ്ലെയറിൽ ഒത്തിരി അധികം സ്റ്റുഡൻസ് വിനുചേട്ടൻ്റെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജേർണി വിനുചേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു ആസ് എ പേരൻറ്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഒരു കാര്യങ്ങൾ, അതായത് എളുപ്പത്തിലോ ഡിഫിക്കൽട്ടിലി എന്താണ് അതിനെക്കുറിച്ച് വിനുചേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് പിന്നെ മറ്റൊരു രാജ്യത്തെ ലാംഗ്വേജ് ആണല്ലോ, തീർച്ചയായിട്ടും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ മതി. അതായത് നമുക്കിപ്പോൾ കോളേജിൽ നിന്ന് അവർ ഹോംവർക്ക് വരുമ്പോൾ ആ ഹോംവർക്ക് പെൻഡിങ് ഇടാതെ ചെയ്യുക, പഠിപ്പിച്ച കാര്യങ്ങൾ അതാത് ദിവസം അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 4 മൊഡ്യൂളും ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഡിഫിക്കൽട്ടാണ്. ഇംഗ്ലീഷോ അല്ലെ ഹിന്ദിയോ പോലെ അല്ലെ നമ്മുടെ രാജ്യത്തിലെ മറ്റ് ലാംഗ്വേജ് ഒന്നും പോലെ അല്ലല്ലോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. ഒരു ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു 8 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ മോളൊക്കെ ഒരുപാട് കുത്തിയിരുന്ന് പഠിച്ചെന്നും എനിക്ക് തോന്നുന്നില്ല, ഹാർഡ് വർക്ക് ചെയ്തെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അവൾ എക്സാമിൻ്റെ ആ ഒരു പ്രീവിയസ് ഡേ ഒക്കെയാണ് കൂടുതൽ പഠിക്കാനൊക്കെ ഇരുന്നത്. ഏതായാലും 4 മൊഡ്യൂളും കിട്ടി, ദൈവകൃപ 4 മൊഡ്യൂളും കിട്ടി. അതെ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഫിയോണ ആണെങ്കിലും അൻസു ആണെങ്കിലും നിഷ ആണെങ്കിലും നമ്മുടെ ആദിത്യ ആണെങ്കിലും എല്ലാവരും ഇവരൊക്കെ ഒരു ഫോക്കസ്ഡ് ആയിരുന്നു. അതായത് വെച്ചാൽ 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് പാസ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അവർ പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പം വിനുചേട്ടൻ ആദ്യം പറഞ്ഞില്ല, അതായത് റോയ് സാറിനെ ആദ്യം കാണുമ്പോൾ തന്നെ കുട്ടൻ മോർഗനും വാസറൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ മേ ബി. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പേരൻസിന് അപ്പം നമ്മളെ കേൾക്കുന്ന പേരൻസിന് ഇപ്പോൾ ആശങ്കകൾ ഉണ്ടാവുമല്ലോ, ജർമ്മനിലേക്ക് അയക്കണം, എഡ്യൂഫ്ലെയറിലേക്ക് അയക്കണം എന്നുള്ള കാര്യത്തിലേക്ക്. അപ്പം ഒരു പേരന്റ് എന്ന നിലയ്ക്ക് അവരോട് എന്താണ് വിനുചേട്ടന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്, എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കോളേജായിരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണ്. പിന്നെ അവിടുത്തെ ആംബിയൻസും അതുപോലെയാണ്, നമ്മൾ ജർമ്മൻ ടൈപ്പിലുള്ള ഒരു ആംബിയൻസാണ് അവിടെ ഉള്ളത്. പിന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും എല്ലാവരും അവിടുത്തെ ഏറ്റവും ഈ ക്ലീനിങ്ങിന് തൊട്ട് സെക്യൂരിറ്റി മുതൽ ചെയർമാൻ വരെ ബിഹേവിങ് പറയാതിരിക്കാൻ പറ്റും, നല്ല ബിഹേവിങ് ആണ്. നമ്മളൊരു ഫാമിലിയിലേക്ക് ചെന്ന് കയറുന്ന പോലെയാണ് അവിടെ ചെന്ന് ആൾക്കാരോട് സംസാരിച്ചാൽ അല്ല അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അവർ പഠിക്കാൻ തയ്യാറായിട്ടൊരു മൈൻഡുമായിട്ട് വരുവാണെങ്കിൽ അവരുടെ ലൈഫ് മാറുക തന്നെ ചെയ്യും. പിന്നെ മോളുടെയൊക്കെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമായിരുന്നല്ലോ. അപ്പോൾ അവർക്കിത് പഠിച്ച് രക്ഷപ്പെട്ടേ മതിയാവും. കാരണം അല്ലെങ്കിൽ അവർക്കിത് പ്രശ്നമാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഏതായാലും പക്ഷെ ഞങ്ങൾ വളരെ സ്വാതന്ത്ര്യത്തോടാണ് മോളെയൊക്കെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ അവർക്ക് അങ്ങനെ ഒരു പേടി കിട്ടിയാലും കിട്ടിയാലും പേടിയൊന്നുമില്ല. ഏതായാലും ഒരുപാട് ഹാർഡ് വർക്ക് മോളി കാര്യത്തിൽ പഠിക്കാൻ വേണ്ടി എടുത്തൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾ നന്നായിട്ട് അവർ പഠിക്കുന്നുണ്ട്. അത് ഞാൻ കാണുന്നതാണ്. നമ്മുടെ ഹോസ്റ്റലൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് കാണുന്നുണ്ട്. അവർ കുത്തും കോമായും ഒക്കെ വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ ഒരു പോയം വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ, കുത്തും കോമായും സോളോസ് ആൻഡ് ഡിയർന്ന് പഠിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിച്ചെന്ന് പറയും. പക്ഷേ ഇപ്പം കുട്ടികൾ അങ്ങനെയാണ് പഠിക്കുന്നത്, കുത്തും കോമായും എല്ലാം ചേർത്താണ് പഠിക്കുന്നത്. പക്ഷെ അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഗോവിത്തയിൽ അത് മാത്രമല്ല, ഈ കോളേജ് ഇപ്പം ടഫായിട്ടാണല്ലോ ഇപ്പം എക്സാം ഒക്കെ ചെയ്യുന്നത്. ഗോവിത്തയുടെ സെയിം ടൈപ്പിലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് നന്നായിട്ട് ഇപ്പം പഠനങ്ങൾ കൂടുതൽ റിസൾട്ട് ഇപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതായത് ഇവിടെ വരുന്ന ആളുകളുടെ എല്ലാം ലൈഫ് ട്രാൻസ്ഫോം ആവണം തന്നെയാണ്. തീർച്ചയായിട്ടും. ഈ ബിനുചേട്ടൻ ആദ്യം ഫിയോണ അൻസു പഠിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ എങ്ങനെയാണ് ആ ജർമ്മൻ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഒരു ഹോസ്റ്റലും കൂടെ ഒരുക്കിയിട്ടാണ് ബിനുചേട്ടൻ മുമ്പോട്ട്? അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്? അതായത് ഒന്നാമത് ഒരു മോളാണുള്ളത്. അവളുടെ പോയി കഴിഞ്ഞപ്പം നമ്മൾ ഒറ്റയാകുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പം കുറേ കുട്ടികളോടൊപ്പം നമുക്ക് ഇവിടെ ഒരു അനക്കവും ബഹളവും ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു ഇൻകവുമാണ്. ഇപ്പം കോവിഡിന് ശേഷം എൻ്റെ ജോലിയൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പോൾ നമുക്കൊരു ഇൻകമായി കുറച്ച് ഡൗൺ ആയി പോയായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഈ എഡ്യൂഫ്ലെയറിൻ്റെ ഹോസ്റ്റൽ സ്റ്റാർട്ട് ചെയ്യുകയും അപ്പം നല്ല രീതിയിൽ കുട്ടികളൊക്കെ അങ്കിളും ആൻറ്റിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പേരൻസിനെ കാണുന്ന പോലെ അല്ലെ അത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് കുട്ടികളോട് നിൽക്കുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് അവരെ കാണുന്നത്. ഒരു മിനിമം ഒരു 6-6 ലക്ഷം രൂപ നമുക്ക് മൊത്തം ഒരു ചിലവ് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാം കൂടെ ജർമ്മനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പം ഫിനാൻഷ്യലി ഇത് എന്താ പറയുക, ഇത് ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്ന ഒരു പേരന്റ് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? കാരണം നമുക്കിപ്പോൾ ഞാനിപ്പോൾ 2 ലക്ഷം രൂപയാണ് ലോൺ എടുത്തതെങ്കിൽ എനിക്കൊരു 4000 അല്ലെങ്കിൽ ഒരു 10 രൂപ അടച്ചാൽ മതി. പക്ഷേ ഇവർക്ക് അവിടെ പൈസ ഉള്ളത് കൊണ്ട് ഇവരൊരു 30,000-40,000 ഒക്കെ ഒന്നിച്ചടച്ച് അത് പെട്ടെന്ന് അവർ ക്ലോസ് ചെയ്യുന്നു. അതുകൊണ്ട് ബാങ്കുകാർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക അടുത്ത ലോൺ തരാൻ വേണ്ടി.